അങ്ങേയറ്റം ക്രൂരതയുള്ള അങ്ങേയറ്റം നടുക്കുന്നൊരു വാർത്ത മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് പരാതി. അയൽവാസിയും ബന്ധുക്കളും അടക്കം 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെന്നും പരാതിയിലുണ്ട്. മാനസിക ഒരു 15 വർഷമായിട്ട് മാനസിക വെല്ലുവിളി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പിന്നെ സഹോദരിയാണ് എന്റെ സഹോദരി. ഇതിന്റെ അയൽവാസി ഒരു വ്യക്തി അയൽവാസി വ്യക്തി ഇവനെ നിരന്തരം ഫോണിൽ വലിയ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തിക്കാണ്ട് പിന്നെ പൈസ തരും നാടുണ്ട് അവരുണ്ട് മഞ്ചേരി ഏൽപ്പിച്ചു തരാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രകടനം നടത്തും. അപ്പോ അതിനൊന്നും ഇവര് ഭയങ്കര കാരണം ഒരു ബുദ്ധിയില്ലല്ലോ. അങ്ങനെ ഒരു പറഞ്ഞു പറ്റിച്ച് കണ്ട് ഇവന് പിന്നെ പല ആളുകൾക്കും പെൺവാണിഭം നടത്തി കളിക്കും പല സ്ഥലങ്ങളിലായി. സഹോദരി പറഞ്ഞു ഞങ്ങളുടെ ചെറിയ സൂചന കിട്ടി നമ്മളിവിടെ ഒരു മെമ്പറോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വാർഡ് മെമ്പർ അതിനൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം കിട്ടിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അവരും പറഞ്ഞു നിങ്ങളെ പെങ്ങളും കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ പൊക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇതിലൊരു നമ്മളിപ്പോ എനിക്ക് നമ്മൾ കിട്ടിയത് ഒരു 8 വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇനിയും ഇതിൽ ആൾക്കാരുണ്ട്. നമുക്ക് തെളിവ് കഴിയുന്ന പ്രതികൾ സമ്മതിച്ചതാണ്. ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ വിഷമമുണ്ട്. ഞങ്ങൾ വളരെ വിഷമത്തിലായി പറഞ്ഞു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് വിശദാംശങ്ങൾ ചെയ്യുന്നു. വിപിൻ, ഈ സഹോദരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ, അതിനപ്പുറത്തേക്ക് മാനസിക വൈകല്യമുള്ള ഒരു യുവതിയെ പല സ്ഥലങ്ങളിൽ എത്തിച്ച് പലരും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ കേസിന്റെ ഗ്രാവിറ്റി അത് വലുതാണ്. നിലവിൽ കേസെടുത്തവരെ അറസ്റ്റ് ചെയ്യാനെങ്കിലും നടപടി തുടങ്ങിയിട്ടുണ്ടോ? ഇതിനൊക്കെ പുറമെ ഈ പീഡനത്തിനും പുറമെ 15 പവൻ സ്വർണവും കവർന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ക്രൂരമാണെന്ന് വ്യക്തമാണ്. ഇവർ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നു ഈ യുവതി. എന്തൊക്കെയാണ് ഇതുമായി സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുഹൈൽ ഈ സഹോദരന്റെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. 3 FIR ആണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അരീക്കോട് പോലീസ് എടുത്തിരിക്കുന്നത്. കൊണ്ടോട്ടി DYSPക്കാണ് അന്വേഷണ ചുമതല. അപ്പോൾ ഈ 3 കേസുകളിലായി പറയുന്നത് ഇപ്രകാരമാണ്. 2015 മുതൽ ഈ അയൽവാസിയായിട്ടുള്ള മുഖ്യപ്രതിയെ ഈ യുവതിക്ക് അറിയാമായിരുന്നു. പിന്നീട് ഭീഷണിക്കും പ്രലോഭനത്തിനൊക്കെ വഴങ്ങിക്കൊണ്ട് പ്രലോഭിപ്പിച്ചു മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ മറ്റ് ആളുകൾക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അതിൽ ഇവരുടെ അകന്ന ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്. അങ്ങനെ മാനന്തവാടി, കോഴിക്കോട്, മഞ്ചേരി, അരീക്കോട് തുടങ്ങിയിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം. ഇത് 2022 to 2023 കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ് ഈ FIR-ൽ പറയുന്നത്. ഒപ്പം തന്നെ അതിൽ ഒരു പ്രതി ഈ പറഞ്ഞതുപോലെ തന്നെ 15 പവനും 40,000 രൂപയും കവർന്നിട്ടുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് ഇവരെടുത്ത് നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയാണ് ഇവർ. വിവാഹിതയാണ്. രണ്ട് കുട്ടികളുണ്ട്. 38 വയസ്സാണ് ഇപ്പോൾ പ്രായമുള്ളത്. അപ്പോൾ ഇപ്പോൾ അടുത്തും മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയിലാണ് ഉള്ളത്. ഈ കേസ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ. ഈ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ പല ആളുകൾക്ക് അയൽവാസി കാഴ്ചവെച്ചു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ കേസിലേക്ക് പോയി. ഒപ്പം തന്നെ ഈ പെൺകുട്ടി ചികിത്സയിലാണ്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴിയിൽ എല്ലാ വിവരങ്ങളും ഈ യുവതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരടക്കമുള്ളവ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഒരു കൃത്യമായ അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണത്തിന് ശേഷം അതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് DYSP നമ്മൾ സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേരുണ്ടാകുമെന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. കാരണം അത് 8-ൽ നിൽക്കുകയില്ല. കൂടുതൽ ആളുകളിലേക്ക് പോയിട്ടുണ്ടാവും, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവും. പെൺകുട്ടിക്ക് മാനസിക വെല്ലുവിളി നേരിടുന്നതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ ഉണ്ടാവില്ല. പോലീസ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സഹോദരൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. സുഹൈൽ, ശരി, നടക്കുന്ന ക്രൂരതയാണ്. മാനസികാരോഗ്യത്തിൽ പരിമിതികളുള്ള സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ട് അയൽവാസി പലരുടെ മുമ്പിലേക്കും പലർക്കും ഈ യുവതിയെ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കാൻ വിട്ടുകൊടുത്തു എന്നടക്കമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത്. 8 പേർക്കെതിരെ കേസെടുത്തിട്ടും ഇതുവരെ ഒരൊറ്റ അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ പെടണമെന്ന് സഹോദരൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു.